കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ആപ്പിനെ പരിചയപ്പെടുത്താനാണ്. എന്നും പറയുന്ന പോലത്തെ കിഡിലൻ അല്ല, ഇത് ശരിക്കും ഒരു തകർപ്പൻ ആപ്പ് തന്നെയാണ്. അതായത് നമ്മുടെ ഫോണിൽ പല ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മറ്റ് ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ ഓഡിയോ റെക്കോർഡറിന് ഒരു ആപ്പ്, ഓഡിയോ വീഡിയോ കട്ടറിന് വേറെ ആപ്പ്, അതുപോലെ എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ ഫിസിക്കൽ ഫിറ്റ്നസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണെങ്കിൽ അത് മെഷർ ചെയ്യാൻ, ഇപ്പം പൾസ് റേറ്റ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഒരു ആപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ആപ്പുകൾ നമ്മുടെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡിക്ഷണറി, ട്രാൻസ്ലേറ്റർ, അങ്ങനെ കുറേ ആപ്പുകൾ. പക്ഷേ ഈ ആപ്പുകൾ, ഒരുപാട് ആപ്പുകളുടെ ഫംഗ്ഷൻസ് ഒറ്റയടിക്ക് ചെയ്യുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുത്തുന്നതെന്നാ നിങ്ങൾക്ക് സന്തോഷമാകുമോ? അപ്പം അത്തരത്തിലൊരു ആപ്പിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ മറ്റ് പല ആപ്പുകളെയും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണെന്നുള്ളത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു സ്മാർട്ട് ആപ്പിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്മാർട്ട് കിറ്റ് 360 എന്ന് ടൈപ്പ് ചെയ്യാം. സ്മാർട്ട് കിറ്റ് 360 എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ആപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഞങ്ങളത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇനി ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇവിടെ സ്മാർട്ട് കിറ്റ് പ്രൊഡക്ടിവിറ്റി ആൻഡ് യൂട്ടിലിറ്റി ടൂൾസ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നോട്ട് പാഡ് ഉണ്ട്, ട്രാൻസ്ലേറ്റർ ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, കട്ടർ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഈ നോട്ട് പാഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോട്ട്സ് ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനും അത് റിമൈൻഡർ സെറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഓപ്ഷനാണ് ട്രാൻസ്ലേറ്റർ. നിങ്ങൾ ഒരു വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു ഭാഷയിൽ അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലോകത്ത് നിലവിലുള്ള എല്ലാ ലിപിയുള്ള ഭാഷകളും ഇതിൽ കിട്ടും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും വേർഡ് താഴെ ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഭാഷ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഭാഷയിലേക്ക് ആക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷനാണ് ഡിക്ഷണറി. ഡിക്ഷണറിയിൽ നിങ്ങൾക്ക് ഏതൊരു വാക്കിൻ്റെയും അർത്ഥം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഒരുപാട് ഭാഷകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എങ്കിലും ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്ത ഓപ്ഷനാണ് എക്സസൈസ്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എത്ര സമയം വർക്ക് ചെയ്യണം, എത്ര റൗണ്ട് ചെയ്യണം, അതുപോലെ കൂൾ ഡൗൺ ചെയ്യുന്ന സമയം എങ്ങനെയാണ്, അങ്ങനെ ടോട്ടൽ എത്ര വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് സെറ്റിംഗ്സിൽ പോയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. എക്സസൈസ് ചെയ്യാൻ ഫിറ്റ്നസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അടുത്തത് ഫയൽ മാനേജർ. നിങ്ങളുടെ ഫോണിലുള്ള മെമ്മറി എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ ക്യാഷ് മെമ്മറി, അതുപോലെ എക്സ്ട്രാ ഉള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫയൽ മാനേജർ. ഇവിടുന്ന് നിങ്ങൾക്ക് ക്യാഷ് മെമ്മറി ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അടുത്ത ഓപ്ഷനാണ് കട്ടർ. കട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോയും വീഡിയോയും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. മുന്നേ ഞങ്ങൾ ചില വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് പറയുമ്പോഴൊക്കെ പറഞ്ഞു തന്നതാണ്, ചില മ്യൂസിക് നമുക്ക് വേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് റിംഗ് ടോൺ ആക്കാൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നുള്ളൊരു ഭാഗമാണ് റെക്കോർഡർ. നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സൗണ്ടിൻ്റെ പ്രഷർ ലെവല്, അതുപോലെ അതിൻ്റെ സ്പെക്ട്രം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് സാധിക്കും. അത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് പിന്നീട് പ്ലേ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഫ്ലാഷ് ലൈറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഫ്ലാഷ് ലൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട, ഇതിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. മിറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. രാത്രി ആണെങ്കിൽ പോലും നമ്മുടെ മുഖം വ്യക്തമായിട്ട് കാണാൻ മിറർ പോലുള്ള ഒരു ഫെസിലിറ്റി. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി സാധിക്കും. രാത്രിയും ഇത് വർക്ക് ആവുന്നുണ്ട്. സ്കാൻ കോഡർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ക്ലീനർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും. ബാറ്ററി സേവർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി സേവർ ഓൺ ചെയ്ത് വെക്കാം. എന്നിട്ട് ബാറ്ററീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം. ഏതൊക്കെ ആപ്പാണ് ബാറ്ററി കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മോഡ്സ് ചേഞ്ച് ചെയ്യാം. ചാർജ് ചെയ്യുമ്പം ചാർജിലിടാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. അടുത്ത ഓപ്ഷനാണ് സ്റ്റോപ്പ് വാച്ച്. ഈ ആപ്പിനകത്തും സ്റ്റോപ്പ് വാച്ച് ഫെസിലിറ്റി ഉണ്ട്. കാൽക്കുലേറ്റർ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് കറൻസി, മറ്റ് രാജ്യങ്ങളുടെ കറൻസി ഇന്ത്യൻ റുപ്പിയിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി മറ്റ് യൂറോ, ഡോളർ, അങ്ങനെ വേറെ ഏതെങ്കിലും കറൻസിയിലേക്ക് മാറ്റാനും സാധിക്കുന്ന ഒരു കറൻസി കൺവേർട്ടർ ഇതിൻ്റെ അകത്തുണ്ട്. യൂണിറ്റ് മെഷർമെൻറ്റ്, അതുപോലെ യൂണിറ്റുകൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും.
ഹാർട്ട് റേറ്റ് മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ ലഭ്യമാണ്. അപ്പം നിങ്ങളുടെ ഹാർട്ട് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ക്യാമറയുടെ ലെൻസിൽ നിങ്ങളുടെ വിരൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് അവിടെ മെഷർ ചെയ്യും. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. മെഡിക്കൽ ചെക്കപ്പ് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ബീറ്റ് എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ മാപ്പ് ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഡയറക്ഷൻസ് പോവേണ്ട വഴി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തിനെ കുറിച്ച് ഫൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ കറന്റ് ലൊക്കേഷൻ കാണിച്ചു തരും. നിങ്ങളുടെ GPS കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യാനും വേണ്ടി സാധിക്കും. പ്രൊട്രാക്ടർ, റൂളർ, ലെവലർ, കോമ്പസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്പീഡോമീറ്റർ, വൈബ്രോമീറ്റർ, സൗണ്ട് മീറ്റർ, ട്യൂണർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റി, നാവിഗേഷൻ ആൻഡ് മെഷറിംഗ് ടൂൾസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്മാർട്ട് കിറ്റ് 360 എന്ന് പറയുന്ന ഈ ഒരൊറ്റ ആപ്പിനകത്ത് 32 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അപ്പം നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായിട്ട് പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. അധികം മെമ്മറി ഒന്നും എടുക്കുന്നില്ല. മാത്രമല്ല പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട്. നാവിഗേഷൻ ആൻഡ് മെഷറിംഗ് ടൂൾസ് ഒന്നും അതിൽ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പം യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. അതേസമയം ട്രാൻസ്ലേറ്റർ, ഡിക്ഷണറി, എക്സസൈസിൻ്റെ മെഷർമെൻറ്റ്സ്, റെക്കോർഡർ, കട്ടർ, ഫയൽ മാനേജർ, ഫ്ലാഷ് ലൈറ്റ്സ്, ക്ലീനർ എന്നൊക്കെ പറയുമ്പം ഈ കാര്യങ്ങളൊക്കെ പല പല ആപ്പിന് പകരം ഈ ഒറ്റ ഒന്ന് തന്നെ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണ്. ഇത് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിന്റെ മെമ്മറി ഒരുപാട് ലാഭിക്കാൻ ഈ ഒരു ആപ്പ് കൊണ്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം, ഇതിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ ഫോണിലും വർക്ക് ആവണമെന്നില്ല. നിങ്ങളുടെ ഫോണിൽ വർക്ക് ആവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി തീരും. സോ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ